ഹലോ, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞാൻ റോഷ്ന ഇബ്രാഹിം, മൗറിഷ്യസിൽ നിന്നും തത്സമയം. ഇന്നിപ്പം എനിക്ക് കുറച്ച് ഫുഡുകളെ പറ്റി, കുക്കിങ്ങിനെ പറ്റിയൊക്കെ എനിക്ക് കുറച്ച് സംസാരിക്കണം എന്ന് തോന്നി. അപ്പം നിങ്ങൾ വീഡിയോയിലേക്ക് കിടക്കും. എന്താണെന്ന് വെച്ചാൽ ഫുഡിനെ പറ്റി പറയുമ്പം പണ്ട് വീട്ടിലായിരുന്നപ്പം ഷീക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്തെങ്കിലും അരിഞ്ഞു തരാനുണ്ടെങ്കിൽ തന്നാൽ മതി, അങ്ങനെ ഒരു സംഭവമായിരുന്നു കേട്ടോ. നമ്മളെ കൊണ്ട് മറ്റേ എന്നൊരു ചിക്കൻ കറി മൊത്തത്തിൽ നീ ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞാൽ നമുക്ക് കയ്യിൽ തരില്ല, ഇതായിരുന്നു. പിന്നെ പക്ഷേ ലേറ്റർ ഞാൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ആദ്യമൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ, കാരണം വീട്ടിൽ കുറച്ച് ദിവസമൊക്കെ നിന്നിട്ടൊക്കെ ആയിരുന്നു വരുന്നത്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല മടിയായിരുന്നു. ഞാൻ മാഗി കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കുന്നു. അങ്ങനെ ടേസ്റ്റ് ബഡ്സിനെ അത്ര ക്രൂരമായി പീഡിപ്പിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. പിന്നെ ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങി. എനിക്ക് എൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടം. എനിക്ക് നാട്ടിൽ വെച്ച് ഞാൻ എൻ്റെ ഫുഡ് ഉണ്ടാക്കുന്നതിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഒരു ഇതായി, എല്ലാം നല്ല മെനൂസ്, എല്ലാ ദിവസവും നല്ല മെനൂസ് എന്നിട്ട് വീട്ടിൽ അയച്ചു കൊടുക്കണം. ആൻഡ് വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ, പണ്ട് ഞാൻ ഫുഡ് എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ യൂട്യൂബിൽ ഈ പറയുന്ന പോലെ നമ്മുടെ ഷാൻജിയോ അങ്ങനെ ഓരോരുത്തരൊക്കെ വീഡിയോ നോക്കി ഉണ്ടാക്കുന്നു, അത്രേ ഉള്ളായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ യൂട്യൂബ് റെഫറൻസ് ഒന്നും തന്നെ എടുക്കാറില്ല. എല്ലാം ഞാൻ നേരെ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പറയോ, ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പറയോ, ലിറ്ററലി ഞാനിപ്പോൾ അതാട്ടോ. കാരണം എനിക്ക് മറ്റേ യൂട്യൂബിലുള്ള ഒരു റെസിപ്പി കണ്ടിട്ട് എനിക്കൊരു കറി അല്ല വേണ്ടത്. എനിക്ക് വേണ്ടത് ഷീജ വീട്ടിലുണ്ടാക്കുന്ന അതേ ടേസ്റ്റിലുള്ള അതേ സെയിം കറിയാണ് എനിക്ക് വേണ്ടത്. ഞാൻ കഴിച്ച കറികളാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഫോർ എനിത്തിങ് ഞാൻ എവറിങ്, ഫോർ ഒരു ചെറിയ ചമ്മന്തി ഉണ്ടാക്കണമെങ്കിൽ ഷീ എങ്ങനെ ഉണ്ടാക്കുന്നത് അങ്ങനെ വിളിച്ചാൽ എനിക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ കേട്ടോ. നമ്മൾ നാട് ഓടുമ്പോൾ നടുവേ ഓടണം എന്ന് പറയും. ഇപ്പോൾ ഇവിടുത്തെ കൾച്ചറും കാര്യങ്ങളൊക്കെ വേറെയാണ്, അത് ഞാൻ ഫോളോ ചെയ്യാറുണ്ട് ഇടയ്ക്ക്. പക്ഷേ സ്റ്റിൽ ആ ഓടുന്നതിന് മുന്നേ നമ്മൾ എവിടെയാണോ സ്റ്റാർട്ട് ചെയ്തത് അവിടെയും കുറച്ച് നിൽക്കാൻ എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഡു സബ്സ്ക്രൈബ്. അപ്പം ഇത്രയേ ഉള്ളൂ. ബൈ. ഞാൻ എൻ്റെ മസാല ദോശയും ചായ കഴിക്കട്ടെ കേട്ടോ. ബൈ.